പൊന്മാൻ ബേസിൽ ജോസഫ് നായകനായിട്ടുള്ള പുതിയ സിനിമയാണ്. ഇന്ദുഗോപൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ഒരു സിനിമ. 4 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരം. ഒരു സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. നോവൽ സിനിമയാക്കുമ്പോൾ സാധാരണഗതിയിൽ അത് വലിയ പരാജയമായി പോവുകയാണ് ചെയ്യാറുള്ളത്. ഈ സിനിമ സിനിമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിന് പറ്റിയ രീതിയിലുള്ള ഒരു തിരക്കഥ ഈ സിനിമയ്ക്കുണ്ട്. ഈ സിനിമയിൽ നമ്മൾ കുറച്ച് നാളായിട്ട് മലയാളികൾ ഏറലാക്കുന്ന ഒരു താരമാണ് ബേസിൽ ജോസഫ്. പക്ഷേ ഈ സിനിമയിൽ തന്റെ കഥാപാത്രം വളരെ തന്മയത്വത്തോടുകൂടി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സജിൻ ഗോപു അംബാന്റെ അതേ രൂപഭാവങ്ങളുമായിട്ട് വരികയും നമ്മളെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് വന്നത്. കോമഡിയല്ല ഈ സിനിമയിൽ സജിൻ ഗോപു ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കഥാപാത്രമായിട്ട് ആനന്ദ് മന്മഥൻ വരുന്നുണ്ട്. ഒരുപാട് സിനിമയിലൊക്കെ നമ്മൾ CD രാമാനന്ദനിലൊക്കെ കണ്ടതാണ് ആനന്ദ് മന്മഥനെ. നല്ലൊരു കഥാപാത്രമാണ് ആനന്ദ് മന്മഥൻ ചെയ്തിരിക്കുന്നത്. ആനന്ദ് മന്മഥന്റെ കഥാപാത്രം CPM പാർട്ടിയെ വലിയ രീതിയിൽ കളിയാക്കുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി മരിച്ചു നടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താകുമെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു കഥാപാത്രത്തിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ലിജുമോളാണ്. ലിജുമോൾ തന്റെ കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടുകൂടി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കരുത്. സമ്മതിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ കെട്ടിച്ചുകൊണ്ടുപോയ വീട്ടുകാരോ നമ്മൾ അയച്ച വീട്ടുകാരോ ഒന്നും കൂടെ കാണില്ല എന്നൊരു സന്ദേശം കൂടെ ലിജുമോളുടെ കഥാപാത്രം ഈ സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെയും കുറെ കഥാപാത്രങ്ങൾ, കൊച്ചു കഥാപാത്രങ്ങൾ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമയാണ്. സ്ലോ പേസിൽ പോകുന്ന സിനിമ ന്യൂ ജനറേഷൻ ഏതൊക്കെ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് കണ്ട് അറിയേണ്ടിയിരിക്കുന്നു. സ്ലോ പേസിൽ പോകുന്നത് കൊണ്ട് തന്നെ BGMഉം ആ രീതിയിലുള്ള സ്ലോ പേസ് ആണ് പോകുന്നത്. സിനിമയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ സിനിമയുടെ ആഴത്തിൽ ഇരുന്ന് കണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു BGM ആണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിനിമയ്ക്ക് കുറച്ച് ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങൾ എല്ലാം സിനിമയോടൊത്ത ഒഴുക്കിനൊപ്പം നീങ്ങുന്നുണ്ട്. മൊത്തത്തില് ഒരു തവണ തിയേറ്ററിൽ കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് പൊന്മാൻ എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയെ എന്നെ കാണാൻ പ്രേരിപ്പിച്ചിട്ടുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് സന്ധ്യേച്ചിയുടെ ഈ സിനിമയിലെ കഥാപാത്രമാണ്. സന്ധ്യേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ മുകേഷ് ഏട്ടന്റെ സഹോദരിയാണ്. സന്ധ്യ രാജേന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ കഥാപാത്രം വളരെ മികച്ചതാക്കി. രണ്ടാം പകുതിയിൽ ആ കഥാപാത്രത്തിന് സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു ചെറിയ പരാതിയുണ്ട്. മൊത്തത്തിൽ തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പൊന്മാൻ. ആരും ബേസിലിന്റെ കോമഡി പ്രതീക്ഷിച്ചോ അതുപോലെ ചടുലത പ്രതീക്ഷിച്ചോ ഒന്നും ഈ സിനിമ കാണാനായിട്ട് പോകരുത്. വളരെ നല്ല ഒരു കൊച്ചു സിനിമ, നമുക്ക് കണ്ടാൽ നോവൽ വായിക്കുന്ന ഒഴുക്കോട് കൂടി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 7 out of 10 ആണ്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.